ശ്രീ ജിൻഡോ, ഇനി മുമ്പിൽ എന്ത് പോരാട്ടം തുടരും എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. പക്ഷേ ആ പോരാട്ടം ഏത് എൻഡിൽ തുടരും എന്ന് കോടതി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അനാവശ്യമായ അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഒരു പൊതുപ്രവർത്തകന്റെ ഇമേജിനെ, അയാളുടെ റെപ്യൂട്ടേഷനെ മോശമായി ബാധിക്കും. അപ്പോൾ ഒരു നേതാവിൻ്റെ ആത്മാഭിമാനത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ സംശയങ്ങൾ വെച്ചിട്ട് നടത്താൻ കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ സിംഗിൾ ബെഞ്ചിന് ആ കാര്യം ബോധ്യമുണ്ട്. അപ്പോൾ ഇനി ഒരു ഹർജി നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ കൊടുത്താലും ഈ വിഷയം അതങ്ങനെ തന്നെ നിൽക്കല്ലേ? അല്ല അഭിലാഷ്, എനിക്കതിലൊരു കാര്യം പറയാനുള്ളത്, ഈ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. 2G സ്പെക്ട്രം അഴിമതിയെക്കുറിച്ചിട്ട് നരേന്ദ്രമോദിയുടെ സർവ്വ സംവിധാനങ്ങളും സാധ്യതകളും ഉപയോഗിച്ച് അന്വേഷിച്ചിട്ടും തെളിവില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ട കേസിനെ കുറിച്ചാണ് അരുൺകുമാർ പറയുന്നത്. അരുൺകുമാർ ഇപ്പോഴും 2G സ്പെക്ട്രം അഴിമതി നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ മൗഢ്യമാണ്. ഇനി വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് കോൺഗ്രസിന് മറ്റൊരു നിലപാട്. നിങ്ങൾക്ക് എന്താ നിലപാട്? നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും 2 MP ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ നിലപാട്? വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് നിങ്ങൾ എതിർക്കുന്ന NCPയും ദളും ഒക്കെ നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ടല്ലോ. നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പൊ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ പറയണം. ഇനി ഞങ്ങൾക്ക് അനുകൂല വിധി കോടതിയിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ സൽക്കാരം വാങ്ങാൻ വരുന്ന ലോകായുക്ത ജഡ്ജിമാരും മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അനുകൂല വിധികൾ കിട്ടിയില്ലെന്ന് വരും. രാജ്യത്ത് ഇനിയും കോടതികളുണ്ട്. ഞങ്ങൾ ഇനിയും നിയമ പോരാട്ടമായിട്ട് പോകും. ഈ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങൾ ബോധിപ്പിക്കും. അതവിടെ നിർത്തുക. ഇനി BJPയുടെ പ്രതിനിധിയോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ രാജ്യദ്രോഹ കുറ്റമാണ്, കള്ളപ്പണം എന്ന് പറഞ്ഞു. 185 കോടി രൂപ എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഈ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായിട്ടുള്ള 41.5 കോടി രൂപ കൊടകരയിൽ വന്നത് എങ്ങോട്ട് പോയെന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണം. CMന്റെ ഓഫീസിൽ, കേരളത്തിലെ CMന്റെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി തൃശ്ശൂർ പ്രസംഗിച്ചതാ. എന്ത് നടപടിയെടുത്തു? ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നു. അപ്പൊ പക്ഷെ മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി അരിയുണ്ട മോഷ്ടിച്ചത് കൊണ്ടാണോ? ലൈഫ് മിഷനിൽ ഇടപാടില്ലാത്തത് കൊണ്ടാണോ? കരുവന്നൂരിൽ നിങ്ങൾ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്തോ? ലാവ്ലിൻ കേസിന്റെ വിചാരണ എന്തുകൊണ്ടാണ് മാറ്റി വയ്ക്കപ്പെടുന്നത്? 40-ാം വട്ടവും എക്സാലോജിക്കിന്റെ അന്വേഷണം എവിടെ വരെ എത്തി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ RSSന്റെ വക്കീലായിട്ടുള്ള CS വൈദ്യനാഥനാണ് KSIDCക്ക് വേണ്ടിയിട്ടും വീണ തൈക്കണ്ടിന് വേണ്ടിയിട്ടും കോടതിയിൽ ഹാജരാകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. IT ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് SFIയും ROCയും ഒക്കെ അന്വേഷിക്കാൻ നടപടി സ്വീകരിക്കാൻ വൈകിയത്? കമ്പനികാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് വൈകിയത്? കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPയുടെ നേതാക്കന്മാർക്ക് അറിയാമായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും രാഷ്ട്രീയ പ്രചരണമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല 50-ലധികം സീറ്റുകളിൽ CPMനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് RSS എടുത്തിട്ടുള്ളത് അല്ലേ? ഇനി UDFന്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് മോദിക്ക് പരാതി കൊടുക്കാഞ്ഞത്? ഇവിടെ പിണറായി വിജയൻ വിജിലൻസിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IT ഡിപ്പാർട്ട്മെന്റും CBI ഉൾപ്പെടെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും നരേന്ദ്രമോദിയും കയ്യിലിട്ട് അമ്മാനമാടുകയാണ്. അതുകൊണ്ട് പരാതി കൊടുത്തില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതിയിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തു അത് പറയണ്ടേ? ഇനി നിർമ്മലാ സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പുട്ടും കടലയും കഴിച്ച ആ പ്രാതൽ നയതന്ത്രത്തിലെ രഹസ്യം എന്താണെന്നെങ്കിലും BJPയുടെ നേതാവിനൊന്ന് പറയാൻ പറ്റുമോ? അവിടെ എന്താ നിങ്ങൾ ചർച്ച ചെയ്തത്? ഇവിടുത്തെ RSSന്റെ ഗവർണറുടെ മധ്യസ്ഥതയിൽ നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും ചർച്ച ചെയ്തത് എന്ത് പരിപാടിയെ കുറിച്ചിട്ടാണ്? അവിടെ നിർമ്മലാ സീതാരാമന്റെ വകുപ്പാണ് ഈ വീണ വിജയന്റെ കേസ് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ട്, നിങ്ങൾ സെറ്റിൽമെന്റ് നടത്തിയിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിൽ അടിച്ചേൽപ്പിക്കില്ലേ? 11 വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്നും 9 വർഷം മുമ്പ് കേരളത്തിൽ നിന്നും അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പാർട്ടിക്കല്ല ഉത്തരവാദിത്വം. ഇതിൽ കട്ടെടുത്തതും തട്ടിയെടുത്തതും കൊള്ളയെടുത്തതും പിണറായി വിജയന്റെ പാർട്ടിയും നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. നിങ്ങൾ തമ്മിലാണ് തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക്